ഗൗതമിനെ കണ്ടെത്തണം. കൃത്യമായിട്ട് നമ്മുടെ താവളത്തിലേക്ക് എത്തിച്ചിരിക്കണം. ഓക്കേ ജെറി. എത്രയും പെട്ടെന്ന് പറ്റുന്നു അത്രയും പെട്ടെന്ന്. ആൻഡ് അക്ഷര? യെസ് ജെഡി. അക്ഷര പോലീസ് സ്റ്റേഷനിൽ പോണം. ശ്യാമ മാഡത്തെ കാണാതായ ദിവസം അവര് കളക്ട് ചെയ്തിരിക്കുന്ന CCTV ഫുട്ടേജസ് നമുക്ക് വേണം. ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ ജെഡി. ഗൗതമിനെ കൈ കിട്ടിയാ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കുട്ടേട്ടാ, കുട്ടേട്ടനായിരിക്കണം എല്ലാത്തിന്റെയും മേൽനോട്ടം. ഓക്കെ മോളെ. എങ്കിയോട്ടും സമയം കളയണ്ട. മൂവ്. ഓക്കെ ജെറി. ഇത്ര പെട്ടെന്നൊരു വഴി തുറന്നു കിട്ടുമെന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഞാനും ആ കുറ്റവാളികൾ കാണിക്കുന്ന ചെറിയ മണ്ടത്തരങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ നമ്മുടെ വഴി വെട്ടുന്നത്, അല്ലേ? യെസ്. ഓരോ ക്രൈമിലും ദൈവത്തിന്റെ കയ്യൊപ്പുള്ളൊരു തെളിവുണ്ടാകുമെന്ന് പറയുന്നത് പൂർണ്ണമായും സത്യമാ. വരുണെന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്റെ അവസ്ഥ വരുണെന്ന് അറിഞ്ഞൂടെ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എടോ, എനിക്ക് തന്നെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റുന്നില്ല. താനൊന്ന് മനസ്സിലാക്ക്. കുറച്ചെങ്കിലും കുടിക്കും. താനിത് കുടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാനും പട്ടിണി കിടക്കും. ഞാൻ കുടിച്ചോളാം. എന്നെക്കൊണ്ട് പറ്റണില്ല. വരും രാധിക, എടോ, കരയാനുള്ള ജീവനെങ്കിലും ബാക്കി എടുക്കണ്ടേ? അല്ലാതെ എങ്ങനെയാ? തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരണമെന്ന് തീരുമാനിച്ചോണേ ഞാൻ. പക്ഷെ ഒന്നിനും മാർഗമില്ലാത്ത അവസ്ഥ ഇപ്പം എൻ്റേത്. തനിക്ക് സംഭവിച്ച നഷ്ടം ഒരിക്കലും എന്നെക്കൊണ്ട് നികത്താൻ പറ്റില്ലല്ലോ. നീ അച്ഛന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ മുതല് അച്ഛന്റെ ജീവിതം സ്വർഗതുല്യമായിട്ടല്ലേ ഉള്ളൂ. അല്ലാതെ അച്ഛൻ എന്താ വീഴ്ച? പിന്നെ ഇത് തെറ്റ് കണ്ടാ പ്രതികരിക്കാന്നുള്ളത് എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യ. അതും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിനകത്ത് കയറിയിട്ടാവുമ്പോ. വരട്ടെ, നോക്കാം മോളെ. നീ ധൈര്യത്തോടെ പുറത്തു നിന്നാ മാത്രം മതി. മതി മതി, പോ നോക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ? സർ, ഇപ്പൊ പൊക്കോളാം. അച്ഛാ, ഞാൻ പൊക്കോട്ടെ. അതെ, അച്ഛൻ ഇതിനകത്ത് കിടന്ന് വേദനിക്കാണെന്ന് കരുതി മനസ്സ് വിഷമിപ്പിക്കരുത്. അച്ഛനെല്ലാം നേരിടാനുള്ള കരുത്തുണ്ട്. പിടിച്ചോ.
ഇവളെ കൊന്നിട്ടേ ഞാൻ ജയിലിൽ പോവും. നിങ്ങൾ ആരാ? ആരാചാരോ? കൊല്ലട്ടെ ചേച്ചി. എന്നെ കൂടി കൊന്നാലേ ഇവർക്ക് സമാധാനം കിട്ടുമെങ്കിൽ കൊല്ലട്ടെ. സച്ചിയേട്ടനും നെല്ലിശ്ശേരി വീടിനും വേണ്ടി ഇവരുടെ കൈകൊണ്ട് മരിക്കാനും എനിക്ക് മടിയില്ല. ആരാടി നിന്റെ ഈ സച്ചിയേട്ടൻ? എനിക്കെതിരെ സാക്ഷി പറയാൻ നിന്നെ കൊണ്ടുവന്നത് അവന്റെ ബുദ്ധിയാണോ? ഇവരുടെ ആരുടെയും ബുദ്ധിയല്ല, എന്റെ തീരുമാനമാ. ഓ, ഇത്രയും കാലം നിങ്ങൾ ആ വീടിനെയും അവിടെ ഉള്ളവരെയും ദ്രോഹിച്ചു. ഇനി അതിന് ഞാൻ സമ്മതിക്കില്ല. അവർക്ക് അവകാശപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തേ പറ്റൂ. നിയമത്തിന്റെ വഴിയിലൂടെ നിങ്ങളുടെ കയ്യിന്ന് ഞാൻ അത് തിരിച്ചു വാങ്ങി കൊടുത്തിരിക്കും. മോനെ, കുറച്ചു മുൻപേ പർദ്ദയിട്ടൊരു പെൺകുട്ടി ഇവിടെ വന്നിരുന്നു. പർദ്ദയിട്ട പെൺകുട്ടിയോ? ആ, അത് നിന്റെ ഏതോ കൂട്ടുകാരന്റെ ഭാര്യയാണെന്നാ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ. നിങ്ങൾ എന്ത് അനാവശ്യമായി കാണിക്കുന്നത്? അയ്യോ, സോറി സോറി, എനിക്ക് പരിചയമുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ടാ. സോറി 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 സോറി. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്.